ഓൺലൈൻ ആപ്പിലൂടെ പണം നഷ്ടമായത് മറച്ചുവെക്കാൻ തിരുവനന്തപുരത്ത് യുവാവിന്റെ വ്യാജ തട്ടിക്കൊണ്ടുപോകൽ ആരോപണം. യുവാവിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും സിസിടിവിയും പരിശോധിച്ചപ്പോഴാണ് പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ദിവസം യുവാവ് താമസിച്ചത് തിരുവനന്തപുരം ഹയാത്ത് ഹോട്ടലിലാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ആപ്പിന്റെ ചതിക്കുഴിയിലകപ്പെട്ട യുവാവാണ് പോലീസിനെയും കുടുംബത്തെയും വ്യാജ തട്ടിക്കൊണ്ടുപോകൽ ആരോപണമുന്നയിച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ചത്. ഓൺലൈൻ പരസ്യം കണ്ട് ജോലി അന്വേഷിച്ചു പോയ യുവാവിനെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസ് പരിസരത്ത് വെച്ച് തട്ടിക്കൊണ്ടുപോയതായാണ് പരാതി നൽകിയത്. കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. വഴിനീളെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും 37,000 രൂപ തട്ടിയെടുത്തെന്നുമാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ യുവാവ് മൊഴി നൽകിയത്. മൊഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പോലീസ് യുവാവിന്റെ ഫോൺ പരിശോധിച്ചു. പണം നഷ്ടമായത് ഓൺലൈൻ ആപ്പിലൂടെയാണെന്ന് പോലീസ് കണ്ടെത്തി. ഒപ്പം യുവാവിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് തിരുവനന്തപുരം ഹയാത്ത് ഹോട്ടലിലാണ് യുവാവ് തങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി. ഹോട്ടലിൽ യുവാവ് കയറിയതും ഇറങ്ങിയതുമായ സമയവും രജിസ്റ്ററിലുണ്ട്. സിസിടിവികളിൽ നിന്നും ഇക്കാര്യങ്ങൾ പോലീസിന് കൂടുതൽ വ്യക്തമാകുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഇനി ഇത് ആവർത്തിക്കരുത് എന്ന താക്കീതാണ് പോലീസ് യുവാവിന് നൽകിയത്. ഒപ്പം ഓൺലൈൻ ആപ്പിലൂടെ പണം നഷ്ടപ്പെട്ടതിൽ സൈബർ പോലീസ് കേസുമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.